ഇന്ന് നമുക്ക് അഞ്ചുരുളി മുനമ്പിലേക്കൊരു യാത്ര പോകാം. ഏതാണ്ട് 60 സ്ക്വയർ കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഇടുക്കി ഡാം റിസർവോയറിന്റെ ഏറ്റവും തെക്കേ അറ്റത്താണ് അഞ്ചുരുളി മുനമ്പ്. അതീവ രസകരമായ ഈ യാത്രയിൽ നമ്മൾ കാടിന്റെ തനതായ സംഗീതം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിലെ കാഞ്ചിയാർ എന്ന സ്ഥലമാണ് ഇത്. ഇവിടെ നിന്ന് ഈ വഴിയിലൂടെ 1.5 കിലോമീറ്റർ പോകണം ഇക്കോ ടൂറിസം എൻട്രൻസിലെത്താൻ. പ്രകൃതിദത്തമായ സൗന്ദര്യം പരമാവധി നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ. ചാർജുകളുടെ വിവരങ്ങൾ ബോർഡിൽ കൊടുത്തിരിക്കുന്നു. ഒരു വനത്തിന്റെ എല്ലാ ആംബിയൻസും ഇവിടം തൊട്ടേ ലഭിക്കും. കവാടം കടന്ന് നമ്മൾ അകത്തേക്ക്. ഇവിടെ ഇക്കോ ടൂറിസം ആരംഭിച്ചതിൽ പിന്നെ വഴിയൊക്കെ നല്ല വൃത്തിയായിരിക്കുന്നു. ആവശ്യത്തിന് സൈൻ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ മുതൽ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ അഞ്ചുരുളി ജലാശയത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങും. ഈ ആശാന്മാരുടെ വരവ് കണ്ടിട്ട് വെളുപ്പാൻകാലത്തെങ്ങാണ്ട് പോയതാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടെ ഇങ്ങനെ മുള കൊണ്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ മുനമ്പിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു മരം ആകാശത്തിലും ഭൂമിയിലുമല്ലാതെ നിൽക്കുന്നു. മരത്തണലും ഇരിപ്പിടങ്ങളും പക്ഷികളും കാറ്റും, നല്ല ഉഗ്രൻ ആംബിയൻസ്. ജലാശയത്തിനക്കരെ അഞ്ചുരുളി ടണൽ വെള്ളച്ചാട്ടവും കല്യാണത്തണ്ട് മലനിരകളും. തടാകത്തിലേക്ക് ഇറങ്ങി ആ നീണ്ടു കിടക്കുന്ന ഭാഗമാണ് മുനമ്പ് എന്നറിയപ്പെടുന്നത്. ഇവിടെ ഒരു ഇല്ലി ദമ്പതികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ ഈ പരിസരങ്ങളിൽ ധാരാളം കപ്പിൾസിനെ കാണാം. പിന്നെ ഇല്ലിയായിട്ട് എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്? ടണൽ വെള്ളച്ചാട്ടത്തിന് മുകളിലായി കാണുന്ന മുളകരമേട് കുരിശുമല മുതൽ ആ മലനിരകൾക്ക് മുകളിലൂടെ അങ്ങ് ഇടുക്കി ഡാമിനടുത്ത് വരെ നടത്തിയ ട്രെക്കിങ്ങുകളുടെ വീഡിയോകൾ പല എപ്പിസോഡുകളായി ഈ ചാനലിൽ ഉണ്ട്. അഞ്ചുരുളി ടണൽ ഭാഗത്തിന്റെ 2 സീസണുകൾ ഉൾപ്പെടുത്തിയ എപ്പിസോഡും ചാനലിൽ കാണാം. ആദ്യം നമുക്കതിന്റെ അറ്റം വരെ ഒന്ന് പോയിട്ട് വരാം. മുനമ്പിലേക്കുള്ള ഇക്കോ ടൂറിസം കൗണ്ടറിൽ ചെറിയൊരു ഡെപ്പോസിറ്റ് അടച്ചാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് വെള്ളത്തിന്റെ കുപ്പികൾ കൂടെ കൊണ്ടുവരാം. തിരികെ പോകുമ്പോൾ കുപ്പികൾ കാണിച്ചാൽ ഡെപ്പോസിറ്റ് മടക്കി കിട്ടും. ഇത് വലിയ ഗുണമായി. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ മുനമ്പിലെങ്ങും ഒരൊറ്റ വെള്ളക്കുപ്പി പോലും കണ്ടില്ല. മുനമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത ഈ ചെരിഞ്ഞ കല്ലുകളാണ്. ചരിത്രാതീത ശിലായുഗ കാലത്തെ അവശേഷിപ്പുകളാണിവ. മുനിയറകൾ, കുടക്കല്ലുകൾ, നന്നങ്ങാടികൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഇവ ഇരുമ്പ് യുഗത്തിലെ ശ്മശാന സ്മാരകങ്ങളാണ്. ഇവയ്ക്ക് 2500 മുതൽ 3000 വർഷം വരെ കാലപ്പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഇടുക്കിയിലെ ചരിത്രാതീത കാലത്തെ മനുഷ്യവാസത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പഠിക്കാൻ സഹായിക്കുന്ന വലിയൊരു തെളിവാണ് വനം വകുപ്പിന്റെ സംരക്ഷണയിലിരിക്കുന്ന ഈ പ്രദേശം. ഇടുക്കി ഡാമിന്റെ റിസർവോയർ ആയതിനാൽ മഴക്കാലത്ത് വെള്ളം ഉയരുമ്പോൾ ഈ പ്രദേശമാകെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് ജലനിരപ്പ് താഴുമ്പോൾ മാത്രമേ ഈ ചരിത്ര സ്മാരകങ്ങൾ പുറത്തു കാണാൻ സാധിക്കൂ. ഈ തടാകത്തിന്റെ തീരങ്ങളിൽ താൽക്കാലിക ടെന്റുകൾ ഉണ്ടാക്കി മീൻപിടുത്തം നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്.
അടുത്തതായി നമ്മൾ അതിലെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. രാവിലെ സമയങ്ങളിൽ നമുക്ക് അവിടെ നിന്ന് മീൻ വിലയ്ക്ക് വാങ്ങാനും പറ്റും. അങ്ങ് ചെറുതോണി മുതൽ ഇവിടം വരെ നേർരേഖയിൽ പരന്നു കിടക്കുന്നതിനാൽ എല്ലാ സമയത്തും തന്നെ തടാകക്കരയിൽ സുഖകരമായ കാറ്റും ഓളങ്ങളും ഉണ്ടാകും. ശക്തമായ കാറ്റുള്ള സമയത്ത് കടൽക്കരയിൽ നിൽക്കുന്ന ഒരു പ്രതീതി തോന്നും. ഈ പറഞ്ഞതൊക്കെ വേനൽക്കാലത്തെ കാര്യമാണ്. ശക്തമായ മഴക്കാലത്ത് ഈ പരിസരത്തേക്ക് വരാനേ പറ്റില്ല. ഇവിടെ വരുന്നവർ യാതൊരു കാരണവശാലും ഈ വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കരുത്. തടാകത്തിന്റെ വശങ്ങളിൽ കാണുന്ന മലകളുടെ ചെരിവുകൾ പോലെ തന്നെയാണ് വെള്ളത്തിനടിയിലേക്കും. കുളത്തിലോ പുഴയിലോ ഒക്കെ നീന്തിയുള്ള പരിചയം വെച്ച് ഇവിടെ ഇറങ്ങാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ തിരികെ കയറാൻ പറ്റാതെ വരും. ഓരോ ഘട്ടമായി വെള്ളം ഇറങ്ങിപ്പോയ അടയാളങ്ങളാണ്. 2018 പ്രളയത്തിൽ ഇവിടെ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയും തീരമൊക്കെ ധാരാളം ഇടിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ഇടുക്കി ഡാമിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് ഇവിടമൊക്കെ ധാരാളം ജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ഈ റിസർവോയറിന്റെ തന്നെ ഭാഗങ്ങളായ അയ്യപ്പൻ കോവിൽ പ്രദേശത്തെ കുടിയിറക്കിനെ പറ്റിയൊക്കെ ഈ ചാനലിലെ അയ്യപ്പൻ കോവിൽ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. നല്ല സുന്ദരമായ ഒരു മരം. ഇതിന്റെ തണലിൽ അല്പം വിശ്രമിക്കാം. ഇങ്ങോട്ട് വരുന്നവർ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും കയ്യിൽ കരുതുക. തിരികെ കാഞ്ചിയാറ്റിലെത്തിയാലേ ഹോട്ടലുകളുള്ളൂ. കാഞ്ചിയാറ്റിൽ നിന്ന് മൊത്തം ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട് ഈ മുനമ്പിലേക്ക്. അഥവാ ഒരു മഴ വന്നാൽ ഈ മരത്തിന്റെ പൊത്തിൽ കയറി നിൽക്കാം. മഹാപാപികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ കയറി ഇറങ്ങിയാൽ പാപങ്ങളും തീർക്കാം. കടൽ തീരത്തുകൂടി നടക്കുന്നത് പോലെ തോന്നും. എന്നാൽ ഇതിനും ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ഉറപ്പുള്ള മണലല്ല. ചവിട്ടുമ്പോൾ ഇടിഞ്ഞു പോകും. കുറെ കൂടി മുകളിൽ നടക്കുന്നതാണ് സുരക്ഷിതം. ഓർക്കുക, ഇതിന് താഴേക്ക് നിരപ്പല്ല, മരക്കുറ്റികളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ അഗാധ ഗർത്തമാണ്. മണൽപ്പരപ്പ് കണ്ട് ഇറങ്ങി നടക്കാൻ ശ്രമിക്കരുത്. കടുത്ത വേനലിൽ ഇനിയും വെള്ളം താഴുമ്പോൾ നിരവധി തുരുത്തുകൾ ജലാശയത്തിൽ തെളിഞ്ഞു വരും. അവയൊക്കെ വെള്ളത്തിൽ മൂടിക്കിടക്കുന്ന മലകളുടെ മുകൾ ഭാഗങ്ങളാണ്. അങ്ങനെ വെള്ളത്തിൽ മൂടിപ്പോകാത്ത ഒരു തുരുത്താണ് ദൂരെ കാണുന്നത്. ആ കാണുന്ന കാടുകളൊക്കെ ആനയും മറ്റു വന്യമൃഗങ്ങളുമൊക്കെയുള്ള നിബിഡ വനമാണ്. എന്നാൽ അഞ്ചുള്ളിയും ഈ മുനമ്പ് പ്രദേശങ്ങളുമൊക്കെ ജനവാസ മേഖലകളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളായതിനാൽ ഇവിടം പൊതുവെ സുരക്ഷിതമാണ്. മുനമ്പിന്റെ വലതുഭാഗത്ത് കാണുന്ന കാടിനുള്ളിൽ ഒരു ആദിവാസി സെറ്റിൽമെന്റുമുണ്ട്. തീരത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ മൺതിട്ടലുകൾക്കുള്ളിലായി പഴയ നന്നങ്ങാടികളുടെ അവശിഷ്ടങ്ങൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. $2500 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് ജീവിച്ചിരുന്നവരുടെ മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ മൺഭരണികളാണ് ഇവ. കരടി ഗുഹ എന്നൊരു ഗുഹയും ഇവിടെ കാണാം. രാവിലെയുള്ള സമയങ്ങളോ മഴയില്ലെങ്കിൽ വൈകുന്നേരങ്ങളോ ആണ് ഇവിടം കൂടുതൽ മനോഹരം. വലിയ മഴക്കാലത്ത് ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുക. മുനമ്പിലെ ഒരു പ്രധാന കാഴ്ചയും സുന്ദരമായ ഒരു ഫോട്ടോ പോയിന്റുമാണ് ഈ വളഞ്ഞു പിരിഞ്ഞു കിടക്കുന്ന ചേലമരങ്ങൾ. ഈ വള്ളി വളർന്നു കയറുന്ന മരങ്ങളെ തന്നെ കാലക്രമേണ അത് ഉണക്കിക്കളയും. ഈ മുനമ്പിൽ വരുന്ന മഹാന്മാരായ സഞ്ചാരികളൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. സുരക്ഷിതമായ ഒരു വനയാത്ര ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ഈ അഞ്ചുള്ളി മുനമ്പ് യാത്ര. പ്രകൃതിയുടെ സംഗീതം മാത്രം ശ്രവിക്കുന്ന ശാന്തവും സുന്ദരവുമായ നല്ല വൃത്തിയുള്ള ഒരു തടാക തീരം. കുടുംബവുമൊത്ത് സമാധാനപരമായ ഒരു പിക്നിക് നടത്താൻ അനുയോജ്യമാണ് ഇവിടം. അങ്ങനെ കാടിന്റെ സംഗീതവും ശ്രവിച്ച് നമ്മൾ മടങ്ങുകയാണ്. ഇനി അഞ്ചുരുളിയുടെ മറുകരയിലൂടെ ഒരു പോക്ക് പോകണം. മീനും വാങ്ങണം.